മായ്ച്ചു കളയണം. ഒരു മനുഷ്യന്റെ പാപത്തെ മായ്ക്കുവാൻ മനുഷ്യനെ കഴിയത്തില്ല. ഒരു പാപിയുടെയും പാപം മായ്ക്കുവാൻ മനുഷ്യനെ കഴിയത്തില്ല. എന്നാൽ പാപത്തെ മായ്ക്കുവാൻ ഒന്നുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ആരാണ് യേശു ക്രിസ്തു? എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത്? ഇത് നാം ആദ്യം മനസ്സിലാക്കണം. യേശു ഭൂമിയിൽ വരാനുള്ള കാരണം മനുഷ്യന്റെ പാപത്തെ തന്റെ മേൽ ഏറ്റെടുത്ത യാഗമാകുവാണ് മാനവ ജാതിയുടെ. അതേ സ്നേഹിത, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം തന്റെ ഛായയിൽ തന്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, പാപം ചെയ്ത് ദേഹി മരിക്കുമെന്ന്. ദേഹമല്ല, ദേഹി മരിക്കുമെന്ന്. ആ ദേഹി വീണ്ടെടുക്കുവാനായി ദൈവത്തിന് മനുഷ്യരോട് കൃപ തോന്നി 2020 വർഷം മുന്നം കർത്താവ് യേശു ഭൂമിയിൽ വന്നു. കന്യകമറിയം എന്ന സ്ത്രീയിൽ പുരുഷന്റെ ബീജത്താലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു. 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. അന്നുള്ള മനുഷ്യർ, ഇന്നുള്ള മനുഷ്യർ, നാളെ ജനിക്കുന്ന മനുഷ്യർ, സകല അമേരിക്കക്കാരനായാലും ഇംഗ്ലണ്ടിലുള്ളവനായാലും എവിടെ പാകിസ്ഥാനായാലും ഇന്ത്യക്കാരനായാലും എവിടെ ജനിച്ച മനുഷ്യന്റെയും പാപ പരിഹാരകനായി ഭൂമിയിലേക്ക് വന്ന് ഏറ്റെടുത്തു. അതെ, പാപമെന്നറിയാത്തവൻ, പാപിയെ സ്നേഹിച്ചവൻ, പാപത്തെ വെറുത്തവൻ, പരമപരിശുദ്ധനായ വിശുദ്ധനായ ദൈവമായിരുന്ന കർത്താവ് യേശു ക്രിസ്തു തന്നെ 2 പാപിയാവുന്ന കള്ളന്മാരുടെ മധ്യത്തിൽ എനിക്കും നിനക്കും മാനവജാതിക്കും വേണ്ടി കാഴ്ചയാഗമായി. യേശു ക്രിസ്തു മരിച്ചു. അവനെ കല്ലറയിൽ അടക്കപ്പെട്ടു. യഹൂദന്മാരുടെ മര്യാദ കല്ലറ അടക്കി. എന്നാൽ 3-ാം ദിവസം അവനെ കല്ലറ പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ എല്ലാ മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു കല്ലറ മാത്രം തുറന്നു കിടക്കുക. ആ യേശു ക്രിസ്തു ഭൂമിയിൽ വീണ്ടും 3-ാം ദിവസം വന്ന് 40 ദിവസം ഭൂമി ജീവിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കും വേണ്ടി നിനക്ക് വേണ്ടി മധ്യസ്ഥം അടയ്ക്കുന്ന ഏക മധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം ഒരുവനെയുള്ളൂ, ദൈവത്തിന് മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും മറിവിലെ തന്നെത്താനും കൊടുത്ത കർത്താവ് യേശു ക്രിസ്തു. ആ യേശുവാണ് സ്നേഹിത എന്റെ നിന്റെ പാപ പരിഹാരകൻ. അവൻ നിന്റെ അകത്ത് വന്ന ആ പാപം മായ്ഞ്ഞു കിട്ടും. ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ലോകത്തിന് വെളിച്ചമാ. ആ വെളിച്ചം നിന്റെ ഉള്ളിൽ വരണ സ്നേഹിത. അതുകൊണ്ട് യേശു, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതികളിൽ മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയം തുറന്നാൽ നിന്റെ ഉള്ളിൽ വരാമെന്ന്. അതേ സ്നേഹിത, മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന കൊടും പാപമുണ്ടല്ലോ, അതെ ബൈബിൾ പഠിപ്പിക്കുന്നു, നിന്റെ പാപം കൊടിച്ചുവപ്പായിരുന്നാലും അതെ മഞ്ഞ് പോലെ ഒരുക്കുന്നവൻ, രക്തംബരം പോലെ പഞ്ച് പോലെ വെളുപ്പിക്കുന്നവൻ. അതേ സ്നേഹിത, ഒരു മഞ്ഞ് എങ്ങനെ ഇരിക്കും നമുക്കറിയാം. ഒരു ഐസ് അത്ര വിശുദ്ധമാണെന്ന്. ഞാൻ ഒത്തിരി വർഷങ്ങൾ ഈ ഐസിന് മുകളിൽ ഇന്ത്യൻ ആർമി സേവനം ചെയ്തപ്പോൾ, ഉഗ്രവാദം പിടിക്കുന്ന ടീമിലായിരുന്നപ്പോൾ ഈ ഐസിന് മുകളിൽ തന്നെ ജീവിച്ചത്. ആ ഐസ് ഉരുക്കിയ വെള്ളമാണ് കുടിച്ചിരിക്കുന്നത്. അത് ഉരുക്കി കളയുന്ന പോലെ, സൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ ഐസ് ഉരുകി പോകുന്നത് പോലെ എന്റെ നിന്റെ ഹൃദയത്തിലുള്ള കാഠിന്യമായ അതേ ഒരു സമുദ്രത്തിൽ കിടക്കുന്ന കഴുക്കിനേക്കാൾ കാഠിന്യമാണ് സ്നേഹിത മനുഷ്യന്റെ ഹൃദയത്തിലെ പാപം. ആ പാപത്തെ മായ്ക്കണമെങ്കിൽ യേശു എന്ന വെളിച്ചം നിന്റെ ഉള്ളിലേക്ക് വരണം. അവൻ നിന്റെ അകത്ത് വരണം. അവൻ അകത്ത് വന്നാൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരത്തുള്ളൂ. അവൻ നിന്റെ അകത്ത് വരണ സ്നേഹിത. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, മറ്റൊരു രക്ഷയില്ലവയില്ല. ലോകത്ത് പോലും രക്ഷയില്ല, ഒറ്റ ഒരു രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ മധ്യത്തിൽ രക്ഷയ്ക്കായി ഒരേ ഒരു നാമം, ഏകനാമം, ഒറ്റ നാമം, അത് യേശു എന്ന നാമമാണ്. അതേ സ്നേഹിത, യേശു നിന്നെ വിളിക്കുക. അതുകൊണ്ട് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിത്യ ദൈവരാജ്യത്തിൽ പോണെങ്കിൽ ഒരൊറ്റ വഴി യേശുള്ളൂ. ലോകത്തിലെ കോടികൾ വഴികളുണ്ട്, മുഴുവൻ നരകം. ഒരൊറ്റ വഴി യേശു. ലോകത്തിലും അസത്യം, ഒരൊറ്റ സത്യം യേശു. ലോകത്തിൽ ജീവൻ കൊടുക്കുവാൻ, മാനവജാതിയുടെ അകത്തമായി ജീവൻ കൊടുക്കുവാൻ യേശുവിന് മാത്രമാണ് ചെയ്താൽ കഴിയുന്നത്.
അതുകൊണ്ടാണ് ഈ വല്ലാത്ത അവസ്ഥയിൽ ഈ ദേശത്ത് വന്ന് ഞാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ സന്ധ്യാസമയത്ത് വിളിച്ചു പറയുന്നത്. വലിയ പ്രയാസപ്പെട്ടായിരിക്കുന്നത്, വലിയ വേദന കഷ്ടത്തിലായിരിക്കുന്നത്. എന്നാൽ ഈ കഷ്ടമത്തെ ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരാത്മാവിന്റെ വില സകല ലോകത്തിനും വലുതാ. ഒരു പാവിയുടെ സ്വർഗം സന്തോഷിക്കണം. അനേക പാവികൾ മാനസാന്തരപ്പെടണം. അനേക പാപം വിട്ട് ദൈവത്തിലേക്ക് കടന്നു വരണം. അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരണം. അത് ഞാൻ ലോകത്തിന്റെ പേരിനോ പ്രശസ്തിക്കോ പണത്തിനോ സമ്പത്തിനോ ഒന്നുമല്ല ഈ വേലകൾ ചെയ്യുന്നത്. സ്വന്തം കിട്ടുന്ന പെൻഷന്റെ ഒരു വീതമെടുത്താൽ ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനാണെന്നറിയുമോ? ഒരാത്മാവിന് വില വലുതാ. ഈ വേല ഇത്ര ശക്തമായി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നത് യേശു മാത്രമാണ് ദൈവം വിളിച്ചു പറയുന്നത്. എന്നെ തല്ലിയാലോ കൊന്നാലോ വെടിവെച്ചാലോ കുത്തിക്കൊന്നാലും ഭയമില്ലാത്തതുള്ള കാരണം എനിക്ക് ഇന്ന് അവനെ സന്നിധിക്കണം. അവന്റെ സന്നിധിക്കുമ്പോൾ ഒരു രക്തസാക്ഷി പോകാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് സ്നേഹിത ഞാൻ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇത്ര കട്ടോടെ വിളിച്ചു പറയുന്നത്. കാരണം ഒരാൾ ഇത് ലജ്ജിക്കേണ്ട വചനമല്ല. ഈ വചനം ജീവനുള്ളതാണ്, അതിന് ചൈതന്യമുള്ളതാണ്, അതിന് ശക്തിയുള്ളതാണ്. ഇത് വായ്ത്തലുള്ള ഏത് വളരെ മൂർച്ചയുള്ളതാണ്. ആസ്തിമാജികളെ തുളച്ചിരുന്നതാണ്. നിന്റെ ഹൃദയത്തെ കാപ്പടത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിന്റെ ഹൃദയത്തിലെ പാപത്തെ ഒരുക്കി കളയുന്നതാണ്. ഈ വചനം നിന്നെ വന്നാൽ നിന്റെ പാപവും നിന്റെ മ്ലേച്ഛതകളും നിന്റെ പൈശാചികളും മാറ്റുന്നതാണ് ഈ വചനം. നീ എത്രയോ പാപം ചെയ്തിട്ടുണ്ടാവാം. നിന്റെ ചിന്തകളെ പാപം, നോട്ടത്തിലെ പാപം, പ്രവർത്തികളെ പാപം. അതേ ഈ പാപത്തിന്റെ പഴക്ക പിശാചിന്റെത എന്താ? കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, വിദ്വേഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വ്യഭിചാരം, മോഷണം, കൊലപാതകം, വലിയ ലിസ്റ്റ് കിടക്കുമ്പോൾ ദൈവാത്മാവിൽ വന്നാൽ ആത്മാവിന്റെ ഫലമാ. എന്താണ് ആത്മാവിന്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, യസ്നേഹിത ദൈവാത്മാവിനുള്ളിൽ വരണം. എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയുടെ സ്നേഹ ആ ബോധ്യം വരണമെങ്കിൽ ദൈവാത്മാവരണം. ഏതൊരു മനുഷ്യൻ ഭൂമി ജനിച്ചോ ഒരു നാൾ കർത്താവ് യേശു ക്രിസ്തു മുട്ടുമടക്കേണ്ടി വരും. യേശു കർത്താവെന്ന് സകലരും പറയേണ്ടി വരും. അന്ത്യനാഴികയിൽ നാം ചെയ്യുന്ന പാപങ്ങൾ നാം നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ പോലീസോ കോടതി അറിയാൻ രക്ഷപ്പെട്ട് നടക്കുക. എന്നാ സ്വർഗത്തിലെ CCTV ചെയ്ത അത് എല്ലാം കാണുന്നുണ്ട്. ഒരു നാൾ സ്ക്രീനിൽ കൊണ്ടുവരും. അന്ന് നീ പറയില്ലേ ഞാൻ യേശുവിനെ അറിഞ്ഞില്ല എന്ന്. ഈ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ വചനം വിളിച്ചു പറയുമ്പോൾ അതും ദിവസം കാണുന്നുണ്ട്. അത് സാക്ഷ്യമായി വരും. അതേ ചെയ്ത അവനെ മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആ യേശു നിന്നെ മാടി വിളിക്കുകയാണ് ദൈവത്തിന്റെ മുന്നിലേക്ക്. ആ കർത്താവിന് നിന്റെ ഉള്ളിൽ വന്നാൽ നിനക്ക് സമാധാനമുണ്ട്. സമാധാനം തരുന്ന ലോകത്തിന് മധ്യമല്ല, സമാധാനം തരുന്ന പാപമല്ല. ഒരു മദ്യപാനി ദൈവരാജ്യം അവകാശം വചനം പഠിപ്പിക്കുന്നു. ഞാൻ നല്ല പ്രായത്തിൽ മദ്യപിക്കുമായിരുന്നു. എന്നാൽ ബൈബിളിൽ വചനമുണ്ട് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുന്നത് അന്ന് വിട്ടതാ. കോട്ട പോലും മേടിക്കാറില്ല. അതേ സ്നേഹിത, നീ ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, സമ്പാദിച്ചും ഉണ്ടാക്കി തട്ടിച്ചോ വെട്ടിച്ചോ വഞ്ചിച്ചോ നല്ല മാർഗത്തിലോ ജോലി ചെയ്തോ കൃഷി ചെയ്തോ ഉണ്ടാക്കിയുണ്ടല്ലോ, ഇതെല്ലാം ഒരിക്കൽ വിട്ടുപോകേണ്ടി വരും. നഗ്നായി നീ ഭൂമിയിൽ വന്നാൽ നഗ്നായി പോകേണ്ടി വരും. ഇതെല്ലാം മറ്റും അനുഭവിക്കത്തുള്ളൂ. ഇതെല്ലാം ഇന്ന് നീ അത് അനേകം കൊടുക്കണം, പാവങ്ങൾ കൂടി സഹായിക്കണം, പുണ്യപ്രവൃത്തി ചെയ്യണം. എന്നാൽ പുണ്യപ്രവൃത്തി മാത്രം സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണ യേശുവിനെ സ്വന്തം രക്ഷ ഏറ്റെടുക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ടേറ്റ് പറയും. ദൈവം അവനെ മരിച്ചെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയം രക്ഷിക്കപ്പെടാൻ സ്നേഹിത. കാരണം ദൈവം ആത്മാവാകുന്നു. ദൈവം വസിക്കുന്ന ഒരു അമ്പലത്തിലല്ല, ഒരു പള്ളിയിലല്ല, ഒരു മോസ്കിലല്ല, ഒരു വിഗ്രഹത്തിലല്ല, ഒരു പൂജയിലല്ല, ഒരു ബിൽഡിങ്ങിലല്ല, ഒരു കുന്നിലല്ല, ഒരു മലയിലല്ല. അവൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്റെ നിന്റെ ഹൃദയത്തില. ആ ഹൃദയം വിശുദ്ധമായിരിക്കണം. വിശുദ്ധമാകണമെങ്കിൽ പാപത്തെ കഴുകണം. പാപത്തെ കഴുകണമെങ്കിൽ യേശുവിലൂടെ വരെ കഴുകണം. എനിക്കും നിനക്കും വേണ്ടി അവസാന തുള്ളി കാൽവരക്തവും ചെയ്യുവാൻ അതെ ആ പാപ വിമോചകൻ അവനാണ് സ്നേഹിത. അവൻ നിങ്ങളെ മാടി വിളിക്കുക. അവൻ നിങ്ങൾ ഏത് അവസ്ഥയൊക്കെ നീ കോടീശ്വരനോ അതിസമ്പന്നനോ
ദരിദ്രനോ റോഡുമുഖത്ത് കിടക്കുന്നവനോ വീടില്ലാത്തവനോ വാടക കിടക്കുന്ന ആരുമായിക്കോട്ടെ, നിനക്ക് ദൈവം സ്വർഗത്തിന് ഭവനം പണിയുന്നുണ്ട് അവന്റെ മക്കൾക്ക്. ഒരിക്കൽ യേശു ഭൂമിയിൽ വന്നു പാപിയെ രക്ഷിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, മനുഷ്യരുടെ ഭൂതങ്ങളെ അകറ്റുവാൻ, ദൈവരാജ്യത്തെ പ്രസംഗിക്കുവാൻ, മാനവ ജാതിയുടെ പാവം തന്റെ തലമേലേറ്റ് യാഗമാകുവാൻ. എന്നാൽ ലോകസ്ഥാപനം വിളിച്ചു പറയുന്നു, ഇതാ യേശു വീണ്ടും വരുന്നു, യേശു വീണ്ടും വരുന്നു. ഇനി വരുന്ന പാപി രക്ഷിക്കാനല്ല, രോഗ്യ സൗഖ്യമാക്കുവാനല്ല, ഭൂതത്തെ മാറ്റുവാനല്ല, ദൈവരാജ്യം പ്രസംഗിക്കുവാനല്ല, തന്റെ വിശുദ്ധരെ ചേർക്കുവാനാണ്. ആരാണ് വിശുദ്ധർ? ഒന്ന്, യേശുവിന്റെ സ്വന്തം രക്ഷകനും നാഥനും കർത്താവായി ഏറ്റെടുത്തവൻ. രണ്ട്, വിശുദ്ധ ജീവൻ നയിക്കുന്നവൻ. മൂന്ന്, യേശു രക്ത പാവത്തെ കഴുകപ്പെട്ടവൻ. നാല്, ജീവന്റെ ബോസ് പേരുള്ളവൻ. അഞ്ച്, അവന്റെ വരണ്ട് ഒരുങ്ങി നിൽക്കുന്നവൻ. ആറ്, യേശുവിന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വരുമ്പോൾ നീ എതിരുണ്ടാവുമ്പോ ചിന്തിക്കണം സ്നേഹിത. ഇല്ല, ഇങ്ങനെ നഷ്ടം വലുതാ. അഗ്നി നരകത്തിലേക്ക് പോകും. അവിടെ പോയ കോടാനും കോടി വർഷം കിടക്കേണ്ടി വരും. ബൈബിൾ പഠിപ്പിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന്. അതേ സ്നേഹിത, തീപ്പൊയ്യിൽ പോകണമെങ്കിൽ ഇപ്പോൾ എങ്ങനെ പോകണം അതുപോലെ പോയാൽ മതി. എന്നാൽ തീപ്പൊയിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇന്ന് നിന്റെ പാപത്തി ദൈവത്തോട് ഏറ്റു പറയണം. നീ കുമ്പസാരിച്ചതുകൊണ്ടോ, പൂജ ചെയ്തുകൊണ്ടോ, ക്രിയ ചെയ്തുകൊണ്ടോ, കൊല്ലി കൊടുത്തതുകൊണ്ടോ പാപം മാറത്തില്ല. പാപം മാറ്റുവാൻ പാപ പരിഹാരകൻ അതേ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ നിന്റെ ഉള്ളിൽ വരണ സ്നേഹിത, അന്നാ മാത്രമേ പാപത്തിന് മോചനമുള്ളൂ. എന്നാൽ നീ വീണ്ടും ജന്മം പ്രാപിക്കും. അപ്പോൾ നിന്റെ പേര് ജീവൻ ബോസ് ചേർക്കപ്പെടും. ബൈബിൾ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് തന്റെ സഭയോട് ചേർക്കുന്നുവെന്ന്. അവന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നാം എടുക്കപ്പെട്ടാൽ, അവന്റെ വരവിന് ഒരുങ്ങിയാൽ, യേശു ഭൂമിയിൽ വന്ന് മതം സ്ഥാപിക്കുവാനല്ല, യേശു മതത്തിന്റെ വക്താവല്ല, യേശു മാനവ ജാതിയുടെ രക്ഷകനാ. മാനവ ജാതി പാപത്തെ ഏറ്റെടുത്തവനാണ് സ്നേഹിത. ആ യേശുവിനെ ആഹ്വാനം ചെയ്യുക, ആ യേശു നിന്നെ ക്ഷണിക്കുക, ആ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് നിന്റെ ഹൃദയം തുറന്നാൽ, അതേ സ്നേഹിത, അവന് വേണ്ടത് നിന്റെ ഹൃദയമാ. അത് എന്റെ പേർ റൂയി എന്നാണ്. ഈ റൂയി എന്ന വ്യക്തി മരിച്ചു പോയാൽ ആളുകൾ പറയും റൂയി ശവം കാണാൻ പോവുകയാണ് പറയാ. അപ്പൊ റൂയിയോടെ പോയി. അതാണ് സ്നേഹിത എന്റെ അകത്തെ മനുഷ്യൻ. ആ മനുഷ്യനാണ് പോകേണ്ട സ്വർഗത്തിലോ നരകത്തിലേക്കോ. നമുക്കറിയാം, ഓക്സിജൻ നമ്മൾ കാണുന്നില്ല, പ്രപഞ്ചത്തിന്റെ നമ്മളെ കൈകാൽ തട്ടുന്നില്ല. അത് ശ്വസിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു വ്യക്തി പറയാൻ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് മൂക്കുമായും ഒരു 3 മിനിറ്റ് പിടിച്ചാൽ മതി, അറിയാം. ഇതുപോലെ ലോകം കാണാത്തൊരു വൈറസ് കൊണ്ട് ഈ ഇന്ത്യ ലോക രാജ്യങ്ങളെ തകർത്തെറിഞ്ഞെങ്കിൽ, കോടികളിലേക്ക് രോഗം പകർന്നെങ്കിൽ, ലക്ഷങ്ങൾ മരിച്ചെങ്കിൽ സ്നേഹിത, നിനക്കും എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരാത്മാവ്, ദൈവാത്മാവ്, അത് നിന്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ സ്നേഹിത. അത് വന്നാൽ ജീവിതം മാറ്റിമറിക്കും, പാപം മോചനം കിട്ടും, നല്ല ജീവൻ നയിക്കാൻ കഴിയും. യേശു പഠിപ്പിച്ചു, അവൻ ഒരു കാരണത്തിന് മറുകാരണം കാണിച്ചു കൊടുക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, ഉപദ്രവങ്ങളെ പ്രാർത്ഥിക്കണം. അതേ സ്നേഹിത, അല്ലാണ്ട് തിരിച്ചടിക്കാനല്ല പഠിപ്പിച്ചത്, വെട്ടിക്കൊല്ലാനല്ല പഠിപ്പിച്ചത്, നിന്നെ കൊല്ലാവല്ല സ്നേഹിക്കാൻ പഠിപ്പിച്ചത് യേശു. തന്റെ അതേ സ്നേഹിത, തന്നെ ക്രൂശിച്ചവനെയും സ്നേഹിച്ചവനായ യേശു. ആ യേശുവിന്റെ ശിഷ്യനായിക്കൊണ്ട് ആ യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നത്, അത് അധികാരത്തോടെ, അഭിഷേകത്തോടെ, ധൈര്യത്തോടെ പ്രസംഗിക്കുക എന്ന് പറയുന്നല്ലോ. അതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം സ്നേഹിത. ലോകത്തിന് ധനമല്ല, ലോകത്തിന് ധനം ഇന്ന് വരും നാളെ പോകും. അല്ല, കോടാനുകോടി രൂപ ബാങ്കിൽ കാണാം. ഇപ്പൊ കൂടുതൽ കണ്ടതല്ലേ, കോടിക്കണക്കിന് രൂപ ബാങ്കിലുള്ളവൻ പോയപ്പോ പിന്നെ കുടുംബത്തെ പോസിറ്റീവായി നേരെ ഹോസ്പിറ്റലിൽ പോയി. അവൻ മരിച്ചാൽ നേരെ എവിടെ പോയി? അവനെ അടക്കശാൽ ചെയ്തു. അവനെ പണം എന്ത് ചെയ്തു? പണം രക്ഷിക്കില്ല, പണം നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. കോടാനുകോടി രൂപയുണ്ടെങ്കിലും നമ്മുടെ ജീവനെ പിടിച്ചെത്താൻ കഴിയത്തില്ല. ഒരു നാൾ മരണം നമ്മെ മാടി വിളിക്കും, അന്ന് പോയേ പറ്റൂ. ബൈബിളിൽ ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, വളരെ സമ്പന്ന, അവന് വളവുകൾ കണ്ണുപോകാനും വിളഞ്ഞു.
അവരെല്ലാം പറഞ്ഞ് കൂട്ടിവെക്കും, ഞാൻ വലിയ കളപ്പുര പണിയും, അനവധി വർഷം തിന്ന് സുഖിച്ച് ജീവിക്കുമെന്ന്. ഇന്ന് അനേരം അങ്ങനെയാ. ദൈവം പറഞ്ഞു, മൂട്ട, ഇന്ന് നിന്റെ ആത്മാവ് ചോദിച്ചാ നീ എവിടെ ചെല്ലും? അതാ എന്നോട് നിന്നോട് ദൈവത്തിന്റെ ചോദ്യം. നീ ഉണ്ടാക്കിയ പണം എവിടെ? നിന്റെ പേരെവിടെ? നിന്റെ പ്രശസ്തി എവിടെ? അതെല്ലാം വിട്ടു സെക്കൻഡ് മനസ്സിലായതാ. ഈ പ്രസംഗിക്കുന്നത് ഞാൻ അടുത്ത ജീവിക്കാൻ എനിക്ക് അറിയത്തില്ല, ഈ നിങ്ങൾ അടുത്ത ജീവിക്കാൻ അറിയത്തില്ല, എന്ന് മരണമരുന്ന് പറയാൻ പറ്റത്തില്ല. എന്ന രക്ഷ സൗജന്യമാ, രക്ഷ ഇന്നുള്ളതാ, അത് ഫുൾ ഫ്രീയാ. 10 പൈസ കൊടുക്കണ്ട, എവിടെയും പോകണ്ട. യേശുവേ, ഞാൻ പാപിയാവുന്ന മനുഷ്യനാ, എന്നിലേക്ക് അങ്ങ് വരണമേ, പാപമോചനം തരണമേ, ഞങ്ങളുടെ രക്ഷകൻ നാഥനും കർത്താവ് ഏറ്റെടുക്കുന്നു പറയുന്നവരാ രക്ഷ. ഇത്ര സിമ്പിളായ, ഇത്രയും ലളിതമായ രക്ഷാമാർഗം ഉണ്ടായിട്ട് കോടികൾ മുടക്കി നടക്കുക. ലോകത്തെ രക്ഷകനെ തേടി നിന്റെ അടുത്ത രക്ഷകൻ നിന്റെ ഹൃദയത്തിന് അടുത്തിലുണ്ട്. അത് യേശു 2-3 പേരിനകത്ത് കൂടെ മധ്യമുണ്ടെന്ന് ഇവിടെയുണ്ട് അവന്റെ ആത്മാവ്. നമുക്കറിയാൻ പറ്റുന്ന കോവിഡിന്റെ വൈറസ് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ആരിലുണ്ടെന്ന് പറയാൻ പറ്റില്ല, പറ്റത്തില്ല. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് സ്നേഹിത, ഇന്ന് പാവപ്പെട്ടു വയ്ക്കണം. നിങ്ങൾ പാവത്തെ വെറുക്കണം. പാവത്തെ വെറുത്ത് ദൈവത്തെ ചെയ്യുവാനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. സന്ധ്യാസമയമായി എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അത് പല സ്ഥലത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തിൽ എന്റെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് സംസാരം പോലും കഴിയാത്ത വ്യക്തിയാ. എന്നാൽ ഇത്ര ഒളിച്ചും തുറന്ന് വിളിച്ചു വരുന്നത് ഒരാത്മാവിന് വേണ്ടിയാ, ഒരു രക്ഷയ്ക്ക് വേണ്ടിയാ. സ്നേഹിത, നിന്റെ വഴി തുറക്കുവാനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് പറഞ്ഞ യേശു എന്ന വഴിയിലൂടെ, സത്യത്തിലൂടെ ജീവയാത്ര നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതേ സ്നേഹിത, നിങ്ങൾക്ക് താല്പര്യമുള്ള ഇരിക്കുന്നിടങ്ങളിൽ, നിൽക്കുന്നിടങ്ങളിൽ, എവിടെയായി കടയിലായിട്ട് എവിടെയായിക്കോട്ടെ, പാപിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്നോട് ചെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ എന്നോട് ചെന്ന് പറഞ്ഞാട്ടെ. അത് യേശു ഇന്നതിന്റെ ഉള്ളിൽ വരും, ഇന്ന് സൗഖ്യം തരും. നീ മദ്യപാനിയാണോ? നീ ആത്മഹത്യക്ക് പരിശ്രമിക്കുന്ന, ആത്മഹത്യ ചെയ്യൽ ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ദൈവം തന്നേക്കുന്ന ആയുസിന്റെ അഗ്നി നരകത്തിലേക്ക് വിടുക. പിന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഇന്ന് രക്ഷാദിനമാ. നിന്റെ എന്ത് പ്രശ്നം, രോഗത്തിലാണോ, ഭാരത്തിലാണോ, വേദനയിലാണോ, കടബാധയിലാണോ, ദുഃഖത്തിലാണോ, നിരാശയിലാണോ, സൗഖ്യദായകന്റെ അടുക്കലുണ്ട് യേശു രക്ഷകൻ, യേശു സൗഖ്യദായകൻ. അങ്ങനെ അങ്ങ് ചോദിക്കാൻ ന്യായമായ ചോദ്യം, താങ്കൾ ഇന്നലെ ഉച്ചക്കരുന്ന് പ്രസംഗിക്കാൻ അങ്ങ് ദൈവം സൗഖ്യം തരുന്നില്ലേ? ഈ സ്നേഹിത, ഈ അവസ്ഥ ദൈവജൻ പ്രസംഗത്തിന് ദൈവത്തെ കണ്ണ് എന്നെയാ. അതുകൊണ്ടത്തെ ധൈര്യത്തോടെ ദൈവജൻ പ്രസംഗിക്കാൻ ഒരാളെ കണ്ട് എന്നെ കണ്ടുകൊണ്ട് എന്നെയാ ഞാൻ ദൈവജനം പറയുന്ന സ്നേഹിത. അത് വയ്യാത്ത സമയങ്ങൾ ദൈവം സൗഖ്യം തരും. യെസ്, നിങ്ങൾക്ക് ഇരിക്കുന്നതിന് പറയാം. എന്ന് വെച്ചത് പറഞ്ഞാട്ടെ, യേശു ഒരു പാപിയാകുന്ന മനുഷ്യനാകും. എന്റെ പാപത്തിന് വേണ്ടി 2000 വർഷം മുന്നേ അങ്ങീ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിനെ എന്റെ സ്വന്തം രക്ഷകനും നാഥനും കർത്താവും ദൈവമായി ഏറ്റെടുക്കുന്നു. യേശുവേ, നീനുള്ളിൽ വന്ന് ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്ത സകല പാപത്തെയും ശാപത്തെയും രോഗത്തെയും കഴുകി ശുദ്ധീകരിച്ച് നിന്റെ മകനും മകളുമാക്കണമേ. ഇന്ന് മുതൽ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എന്റെ പേർ ചെയ്യുന്നപ്പോൾ എഴുതണമേ. ഇതാദ്യം പറഞ്ഞോ, അവർ ദൈവം പ്രവർത്തിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധാദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. രോഗത്താൽ, ദുഃഖത്താൽ, ഭാരത്താൽ, വേദനയാൽ, നിരാശയാൽ, കഷ്ടതകളാൽ പാവിട്ട് ഒരേ കഴിയാത്ത അവസ്ഥയായിരിക്കും കർത്താവേ. അങ്ങനെ സൗഖ്യവും സമാധാനവും സന്തോഷം കൊടുക്കണം കർത്താവേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. ദേശത്ത് നശിച്ചു പോലെ കർത്താവേ, ഒരാത്മാവിനെ സകലോകമല്ലാണെങ്കിൽ ഇവിടെ എല്ലാം രക്ഷിക്കപ്പെടുവാൻ നിത്യജീവൻ അവകാശം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് വിളിച്ച സ്തോത്രം യേശുനാഥനെ. ആമേൻ. ഇത്രത്തോളം എന്നെ സമയിച്ച് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവ് യേശു നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. ദൈവങ്ങൾ ധാരാളം 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 അനുഗ്രഹം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ ബൈ.